പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഈ തിരുവനന്തപുരം മുതലപ്പുഴയിലേക്ക് പോവുകയാണ്. ഈ മുതലപ്പുഴയിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ തീരദേശവാസികൾ സമരത്തിലാണ്. ഈ മണൽ നീക്കമൊക്കെ നിലച്ചതിൽ സമരം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സമരം കടുപ്പിക്കാനുള്ള തീരുമാനം. ഇന്ന് സമരസമിതിയുടെ അടിയന്തര യോഗവും ഒക്കെ ചേരുന്നുണ്ട്. ബിനിൽ ലീല സാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാവുന്ന പോലെ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസ് അടക്കം ഉപരോധിച്ചുകൊണ്ട് അവിടെ സമരമൊക്കെ നടന്നതാണ്, പ്രതിഷേധമൊക്കെ നടന്നതാണ്. കാലങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യവുമാണ്. ഈ ചർച്ചയിലൊക്കെ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളിൽ തൊഴിലാളികൾ ഇനിയും തൃപ്തരല്ല. സമരം ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനവും. ഇന്നിപ്പോൾ ചർച്ചയുമുണ്ട്. എങ്ങനെയാണ് രാവിലത്തെ ഒരു സാഹചര്യം, എങ്ങനെയാണ് സമരസമിതിയുടെ മുന്നോട്ടുള്ള നിലപാട്? ബിനൽ, സേതു, സമരവുമായി മുന്നോട്ട് എന്നുള്ള നിലപാട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. കാരണം ഇത് നീണ്ടു പോവുകയാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രശ്നത്തിലാണ്. കാരണം അവർക്ക് മറ്റ് വീടുകളിൽ വെള്ളം കയറുന്നു. അത് മാത്രമല്ല, മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത രീതിയിൽ മണൽ അടിഞ്ഞിരിക്കുകയാണ്. അത് അടിയന്തരമായി നീക്കണം എന്നുള്ള ആവശ്യമാണ് അവർ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഉന്നയിക്കുന്നത്. പക്ഷേ അതിൽ ഒരു തീരുമാനം ഉണ്ടായത് ഡ്രഡ്ജറൊക്കെ എത്തിച്ചു. ചന്ദ്രഗിരി ഡ്രഡ്ജറൊക്കെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അതിന്റെ പ്രവർത്തനം നിലച്ചുപോയി. അതാണ് പ്രധാനമായും ഈ മണൽ നീക്കം നിലച്ചതിനുള്ള കാരണം. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അവിടെ മണൽ നീക്കി ഒരു കൂന പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. പക്ഷേ അവിടേക്കുള്ള ആ മണൽ മാറ്റുന്നത് ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ അതിൽ വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ഇവിടെ സമരം ചെയ്തത്. അവർ ഈ റോഡ് ഉപരോധിച്ചുള്ള സമരമായിരുന്നു. അത് വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. വലിയ സംഘർഷത്തിലേക്കാണ് പോയത്. പിന്നീട് ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഇവർ ഉപരോധിച്ചിരുന്നു. പക്ഷേ അത് അവിടെയും ഒരു സംഘർഷമുണ്ടായി. ജലച്ചിലൊക്കെ തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. പിന്നീട് മത്സ്യത്തൊഴിലാളിയെ മുജീബിനെ കസ്റ്റഡിയിലെടുക്കുകയും മുജീബിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ചാനലിൽ, ഈ പൊഴിയിൽ ടെട്രാപോഡുകൾ കിടപ്പുണ്ട്. അത് മിഷനറി എത്തിക്കും. വരുന്ന ചൊവ്വാഴ്ച ആ മിഷനറി എത്തിച്ച് ബുധനാഴ്ചയോടുകൂടി അത് മാറ്റി തുടങ്ങും. അതിനുശേഷം കൂടുതൽ എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് ഈ മണൽ നീക്കുന്ന നടപടി മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ മണൽ നീക്കുന്ന ഭാഗത്ത്, നീക്കി കൂന പോലെ ഇട്ടിരിക്കുന്ന ഭാഗത്ത് അവിടെ ബണ്ട് നിർമ്മിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ ചർച്ചയിൽ മുന്നോട്ട് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെച്ചത്. പക്ഷേ അതും തത്വത്തിൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പൂർണ്ണമായി അതിന് തള്ളിക്കളയുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇന്നിപ്പോൾ അടിയന്തര യോഗം ചേരുന്നുണ്ട്. 8 മണിക്കാണ് ആ യോഗം ചേരുക. യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. എന്തായാലും സമരവുമായി മുന്നോട്ട് എന്നുള്ളൊരു തീരുമാനമാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ യോഗത്തിലും ഇക്കാര്യം ചർച്ചയാകും. അതിനുശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുക. സേതു.